ഈ ഈ നിത്യഹരിത നായകൻ അല്ലെങ്കിൽ ഇപ്പൊ ഷീലാമ്മ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതിനകത്ത് പാട്ടുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സീനുകള് നമ്മൾ സീനുകൾ എടുത്ത് ഓർക്കുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് പാട്ടും ആ പാട്ടിന്റെ വരികളും കാണാപ്പാടമായിരിക്കുന്നത്. എല്ലാവരും ഓർക്കുന്നതും വരുന്നതെല്ലാം. നമുക്ക് പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ കാണാം. പ്രേം നസീർ സാറ് അനന്തപുരിയുടെയും കേരളത്തിന്റെയും മൊത്തം മലയാളികളുടെ, ലോകത്തുള്ള മൊത്തം മലയാളികളുടെയും അഭിമാനമാണ്. പ്രേം നസീർ സാറിന്റെ ഒരുപാട് ആരാധകരാണ് ഞങ്ങളെല്ലാവരും. അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ തറയിലിരുന്ന് കണ്ട ചരിത്രമുണ്ട്. കപ്പലിന്റെയും കുറിച്ച് ചെറിയ ചെറിയ പാട്ട് പുസ്തകങ്ങളിൽ പാട്ടും നോക്കി ഞങ്ങൾ അങ്ങനെ അന്നത്തെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ അത് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ടി വി മറ്റു കാര്യങ്ങളായി. ഞങ്ങളുടെ ഓരോരോ, അതായത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ പഴയ പാട്ടുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ തത്തിക്കളികൾ. അതായത് മുല്ലപ്പൂം പല്ലിലോ മുക്കൂട്ടി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല ഏലമലർക്കാട്ടിലെ മലങ്കുറവാ. അതുപോലെ ഇനിയും പോയിട്ടുണ്ടല്ലോ നമുക്ക്. നീലഗിരിയുടെ സഖികളെ ജ്വാലമുഖികളെ. നമുക്ക് ഒരു വീഡിയോയും കൂടെ കാണാം. ഞാൻ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരേ ഒരു പടമേ നസീർ സാറുമായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് ജസ്റ്റിസ് രാജയാണ്. പക്ഷെ എക്കാലത്തും ഓർമ്മ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഓർമ്മ നിലനിർത്തുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഒരു താരതമ്യേന പുതുമുഖമായ എന്നെ, എൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പടമാണ്, പുതുമുഖമായ എന്നോട് ആ വേർതിരിവ് കാണിക്കാതെ വളരെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെപ്പോലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം ആഹാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരും, അദ്ദേഹം അത് കഴിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ അടുത്തിരിപ്പുണ്ടെങ്കിൽ എന്നെ അടുത്തു വരൂ, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് പാത്രമൊക്കെ തുറന്ന് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. അതായത് സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും സ്നേഹസ്വരൂപനായ ആർദ്ര ഹൃദയനായ ഒരു വേറൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാവരെയും സഹായിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ മറ്റു സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന സിനിമയിലെ സുഹൃത്തുക്കളെയെല്ലാം ഒരേ കരുതലോടെ സംരക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് മനസ്സിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം മുന്നിലിരുന്ന് ഒരു സ്റ്റേജിൽ പാട്ട് കേൾക്കുന്ന സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഒരു തിര പിന്നെയും തിര എന്ന സിനിമയാണ്. മമ്മൂട്ടിയാണ് പാടുന്നത്. ഞാനതിൽ മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഗിത്താർ വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ആ ഷൂട്ടിന് മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനും സാധിച്ചു. അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവമായി ഞാൻ കരുതുന്നു. നസീർ സാർ അഭിനയിച്ച സിനിമ രംഗങ്ങളും അദ്ദേഹം അഭിനയിച്ച് പാടിയ ഗാനങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ്.